മാന്യ സദസ്സിന് വന്ദനം. സ്വാതന്ത്ര്യത്തിന്റെ 78ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈ ഈരടികളാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതെ, സ്വാതന്ത്ര്യം എന്നത് അമൃതിന് തുല്യമാണ്. പാരതന്ത്ര്യം എന്നത് ധീരദേശാഭിമാനികളെ സംബന്ധിച്ചിടത്തോളം മരണത്തേക്കാൾ ഭയാനകമാണ്. ഏതാണ്ട് 78 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ വിലപ്പെട്ടതെല്ലാം കവർച്ച ചെയ്തു. ഇന്ത്യയിൽ ക്ഷാമവും പട്ടിണിയും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ഈ അനീതിക്കെതിരെയാണ് നമ്മുടെ പിതാമഹന്മാർ ശബ്ദമുയർത്തിയത്. ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക് തുടങ്ങിയ അറിയപ്പെടുന്നതും അല്ലാത്തതുമായ അനേകായിരങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി. യുഗങ്ങളോളം നീണ്ട സമരത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ സ്വാതന്ത്ര്യം പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ ഓരോ ഭാരതീയരായ നമുക്കും കടമയുണ്ട്. യുവ പൗരന്മാർ എന്ന നിലയിൽ നാം ഒരുമിച്ച് നിൽക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പരിശ്രമിക്കുകയും ചെയ്യണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന അഭിമാനത്തോടെ ഉറക്കെ കൈകൾ ഉയർത്തിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. നല്ലൊരു നാളെയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ. അക്രമങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിട്ടുകൊടുക്കില്ല എന്ന് ഈ നിമിഷം നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഭാരത മണ്ണിൽ ജീവിക്കുന്ന നാം ഓരോ തവണയും അഭിമാനത്തോടെ തല ഉയർത്തിക്കൊണ്ട് ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.